ഇപ്പം നമ്മൾ പോകുന്നത് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിന് ആനചാടിക്കുത്ത് എന്ന് പറയും, ആനയടിക്കുത്ത് എന്ന് പറയും, അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷക്കാലത്ത് മാത്രമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഈ വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വർഷം കഴിയുന്നതിന് മുമ്പ് വരുന്നതായിരിക്കട്ടെ നല്ലത് ഇങ്ങോട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കയറി ഈ പാറയുടെയൊക്കെ മേലെ കയറി ഇരുന്ന് കരിഞ്ഞ് പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മളപ്പോൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നടന്ന് പോകാൻ കേട്ടോ. ഒരു 3/4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള സ്ഥലമാണ്. നടന്ന് പോകുന്ന വഴിയൊക്കെ നമ്മൾ അറിയില്ല, അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ ആ പാറക്കെട്ടിന് മേലെ കൂടിയൊക്കെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അത് നടന്ന് കയറിയാൽ മാത്രമേ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം വഴിയൊന്നും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന് വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ കാണാം. അപ്പോൾ വെള്ളം കേട്ടോ, സൂപ്പറായിട്ട് വെള്ളമുണ്ട്. നമ്മളിപ്പോൾ പേടിച്ചായിട്ട് ഇങ്ങോട്ട് വന്നത് വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളൊരു സംശയം വരുന്നത്. കാരണം മഴ മാറി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഈ മാസം ഓടി കഴിഞ്ഞാൽ മഴ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആയി കഴിഞ്ഞാൽ ഒട്ടും ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇപ്പോൾ. ഈ വെള്ളച്ചാട്ടം നമ്മുടെ തൊടുപുഴയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ വെള്ളച്ചാട്ടം. നമ്മുടെ തൊമ്മൻകുത്തൊക്കെ പോകുന്ന വഴി, തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാതിരിക്കേണ്ട. കാരണം സേഫ്റ്റിയാണ്. ഇവിടെ വന്ന് നമുക്ക് കുളിച്ച് പോകാൻ പറ്റിയ, പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കുളിച്ച് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം വേറെ ഒന്നുമില്ല, അപകടങ്ങളൊന്നുമില്ല. നേരെ എന്നുള്ള വെള്ളം നല്ല ശക്തിയായ മഴയത്ത് വരെയും അപകടങ്ങളില്ലാത്തൊരു സ്ഥലമാണ്. മേലെ നിന്നുള്ള ഒഴുക്ക് മാത്രമേ, ആ വീഴുന്ന ഇതിൻ്റെ ശക്തി മാത്രമേ കൂടുകയുള്ളൂ. ഇവിടെ താഴെ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പരന്ന് നിറഞ്ഞ് ഒഴുകി അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന ആ വെള്ളത്തിന് അത്രയും തന്നെ ഉണ്ടാവുള്ളൂ എന്നും ഇവിടെ വെള്ളം. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം വീഴുന്ന ശക്തി മാത്രമേ കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കുളിച്ച് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ വന്ന് ഒട്ടും പേടിക്കാനുള്ള അത്യാവശ്യം നല്ല വെള്ളമാണ്. കലക്കലോ ഒന്നും തന്നെ ഇല്ല, നല്ല രീതിയിലാണ്. അതല്ലേ പറഞ്ഞത്, ഫുഡ് കഴിക്കാനാണ് ഈ പോണം. നമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാണ്. നമ്മളാണ്ടല്ലോ അപ്പോൾ ആ കുളിച്ച് താഴ്ത്തുന്ന കുളിച്ച് അതിൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര വ്യൂ തന്നെയാണ്. ആ പാറപ്പുറത്താണ് നമ്മൾ എത്തിയേക്കുന്നത്. ഇതിൻ്റെ മേലെ നിന്നാണ് ആ വെള്ളം ഒഴുകി താഴേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ. ആ കുഴികളിൽ കുറേ പേര് കുളിക്കുന്നുണ്ട്, ചാടിയും ഒക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത കുഴികളാണ്, നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ആ ഭക്ഷണവും കഴിക്കാം, അതേപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും കാണാം. അതാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊതിച്ചോറ് കഴിച്ച് എല്ലാവരും അങ്ങോട്ട് കഴിക്കാൻ പോയാണ് ഞങ്ങൾ. എന്താണ് അയില വറുത്തത്? അയ്യോ മാങ്ങാച്ചാർ, മാങ്ങ, സൂപ്പർ. മുളയമ്മന്തി, കരിമീൻ വറുത്തത്. കരിമീൻ ആൾക്കാർ മര്യാദക്കാൻ പറയാൻ നേരം കരിമീൻ വറുത്തത് പറഞ്ഞ എടുത്തോന്ന്. കരിമീൻ എന്ന് പറയാൻ മാത്രമുള്ള പള്ളത്തിയാന്ന് തോന്നുന്നത്. ഇത് കണ്ടിട്ട് എന്താണേലും സൂപ്പറാണ് കേട്ടോ. അടുത്ത പോയി ചോറ് കഴിക്കണ്ടേ. എന്താണ് കേരാപ്പ്, ഇത് ചെമ്മിച്ചാറ്. കറി ഇപ്പൊ പെരിയൊക്കെയാടാ. ചെമ്മിച്ചാറ്, ചെമ്മീൻ റോസ്റ്റ്. അതിപ്പോ നമ്മുടെ ചോറാണ് കേട്ടോ. ഒന്നുമില്ല കേട്ടോ, മുട്ട വറുത്തത് മാത്രമേ ഉള്ളൂ. നമ്മളെ ഭാവിയുടെ ചോറിൽ എന്തൊക്കെയാണ് എന്തായാലും കുഴപ്പമില്ല. മുട്ട വറുത്തേക്ക് റാഞ്ചി കൊണ്ട് കൊണ്ടെന്തായാലും എന്തെന്നാണ് മുട്ട വറുത്തതിന്റെ വണ്ടി പറഞ്ഞേക്കണം. ചിക്കൻ കറി ചിക്കനൊക്കെ എടുത്തോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ പണ്ട് കാട്ടാനകൾ ഒരുപാട് വന്നിരുന്നൊരു സ്ഥലമെന്നാണ് പറയുന്നത്. ഒരു ദിവസം കാട്ടാനകളിലെ 2 കൊമ്പന്മാർ തമ്മിൽ കൊമ്പ് കോർക്കുകയും അതേപോലെ തന്നെ ഒരു കൊമ്പനാന ഇവിടെ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തെന്നാണ് പറയുന്നത്. ഈ പാറയുടെ മേലെ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അന്നോട്ടാണത്രേ ഈ ആനചാടിക്കുത്തെന്ന് പേര് വന്നത്.
അപ്പോൾ ഇതിൻ്റെ മേലെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ടെങ്കിലും വലിയ സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് കുഴികളാണ്. ഈ കുഴികളൊക്കെ എങ്ങാടൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല. പക്ഷേ കുറേ പേര് കുളിക്കുന്നുണ്ട്. വലിയ അപകടമൊന്നുമില്ലാത്ത സ്ഥലമാണെന്ന് പറയും. എന്നാലും ഏറ്റവും നല്ലത് ഏറ്റവും അടിയിൽ നമ്മൾ ആദ്യം കുളിച്ച സ്ഥലത്ത് പോയി കുളിക്കുന്നതായിട്ട് നല്ലത്. അവിടെ ആകുമ്പോൾ ഒന്നും പേടിക്കാനില്ല. എന്ന് വെച്ചിട്ട് കാലൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് വീഴും നമ്മൾ. അപ്പോൾ ഇവിടെ വന്ന് കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇവിടെ വന്ന് കുളിച്ചൊന്നും പേടിക്കാനില്ല നമുക്ക്. അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഈ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായെന്ന് കരുതേണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ.